ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഒരു 1.5 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റവ 1.5 കപ്പ്. അതുപോലെ ഒരു 4-5 കഷ്ണം ആവോലി, മുളകും മഞ്ഞളും ഉപ്പും പരട്ടി കായം പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ, ഒരു 3-4 ചെറിയ ഉള്ളി, കുറച്ച് പെരിഞ്ചീരകം. മീൻ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അരിപ്പൊടി കൊണ്ട്. ഇത് ഞാൻ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അരച്ചെടുത്ത തേങ്ങ ഇത് 1 കപ്പ് വെള്ളമുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. അത് തിളച്ച് വരട്ടെ. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി വെള്ളം തിളക്കട്ടെ. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് വെള്ളം തിളക്കുന്നുണ്ട്. നമുക്ക് റവ വാട്ടിയെടുക്കാം. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും വെള്ളം കൂടി തിളച്ചതിലേക്ക് ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്ത് വെക്കാം. ഈ റവ ഇതിൽ കിടന്നിട്ടൊന്ന് കുതിർന്ന് വരും. തിളച്ച വെള്ളമല്ലേ, വാടിയട്ടെ. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമുക്ക് ഇവിടെ വെച്ച് കൊടുത്തത് ചൂടാറട്ടെ. നമ്മൾ മീൻ കറിയൊക്കെ എന്നിട്ട് ഇതിലേക്ക് ഒരു മസാല കൂടി ഉണ്ടാക്കാനുണ്ട്. ഗ്രേവി മീൻ മിൽക്കുള്ള മസാല നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അങ്ങനെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒതുങ്ങി വന്നാൽ മതി. തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മുളകിൻ്റെ പൊടി 1 ടീസ്പൂണ്, കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 മുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തെടുത്താൽ മതി. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് കളർ മാറി വന്നാൽ അപ്പോൾ ഈ സവാള ഇങ്ങനെ വന്നാൽ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിൻ്റെ പൊടിയുണ്ട്. ഇത് നിങ്ങൾ ഇഞ്ചി ചതക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് പിന്നെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ. അപ്പോൾ അതും കൂടെ അതിൽ ചേർത്ത് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അരച്ച് വെച്ചാൽ ഈ അടുപ്പൊന്ന് നല്ലൊരു പച്ച മണം പോയി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ അരപ്പിൻ്റെ പാത്രം തന്നെ ഉണ്ട്. അപ്പോൾ ആ വെള്ളം തന്നെ ഇതൊന്ന് പച്ചമണം പോകണം. മസാലൻ്റെ നമുക്ക് മീനിട്ട് കൊടുക്കാം. അതുപോലെ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഞാൻ മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മുള്ളൊന്നും ഉണ്ടാവില്ല. അവരുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും, വലിയവർക്കും ബുദ്ധിമുട്ടാവും. തൊണ്ടയ്ക്ക് മുള്ളു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ മുള്ളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഈ മീനിൻ്റെ രുചി ഈ മസാലയൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഇത് തീ ഓഫാക്കാം. മീൻ അധികം മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ മീനിൻ്റെ ടേസ്റ്റ് പോയി പോകും. ഒരു പകുതി വേവേ പാടുള്ളൂ. നമ്മൾ റവ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ റവയാണല്ലോ. അപ്പോൾ എന്തായാലും ആ വെള്ളമൊക്കെ കുടിച്ചു പോകും. ഇനി ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് സാധാരണ പച്ചവെള്ളം തന്നെ കുടഞ്ഞെടുത്താൽ മതി. എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക.
കൈ വെച്ചിട്ട് അധികം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഉരുള അങ്ങനെ കിട്ടേണ്ട വിധത്തിൽ കുഴച്ചെടുത്താൽ മതി. ഞാൻ അരിപ്പൊടി കൊണ്ടൊന്നും ഇതിൽ വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ നോക്കാണ്ട് ഇത് നോക്കാണ്ട്. അതേപോലെ നന്നായി ഒന്ന് എല്ലാം ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരില കുറച്ച് ഇല കൊടുന്ന് വെച്ചിട്ടുണ്ട്, വാഴയുടെ ഇല. അതിലേക്ക് നമുക്കൊരു ചെറിയ ഉരുള ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൈമ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുമാതിരി ഉണ്ടോ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഈ അരികൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ചെറുത് വേണമെങ്കിൽ ചെറിയതാക്കിയാൽ മതി, അപ്പോൾ നല്ല ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് ഒന്നുകൂടെ പരത്തിയെടുക്കുക. ഇല്ല ഇതുപോലെ ഉരുട്ടിയെടുക്കുക. നന്നായി ഉരുട്ടിയെടുക്കുക. നേരത്തെ പരത്തി പോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ പരത്തി കൊടുക്കുക. അതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അരികൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അധികം കനമൊന്നും വേണ്ട. വലിയ കനം ഉണ്ടായാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ആദ്യം പരത്തി വെച്ചതില്ലേ അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇലയിൽ എണ്ണ ഒന്നും പരത്തിയിട്ടൊന്നുമില്ല, ഇല ഒന്ന് വാട്ടിയെടുത്തതേ ഉള്ളൂ. കണ്ടോ, ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പൊടി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മീൻ പൊരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മീൻ അധികം മുരിഞ്ഞ് വരരുത്. അപ്പോൾ മീനിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് മസാലയിലേക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഈ രീതിക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ ഉരുളുണ്ടാക്കിയത് ഇതിൽ വെച്ച് കൊടുക്കുക. കൈമ വേണമെങ്കിൽ കുറച്ച് വെള്ളം പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ അങ്ങനെ പരത്തി എടുത്താൽ മതി. ഉണ്ടോ, കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി. ഘനമൊന്നും അധികം വേണ്ട. ഈ രീതിയിൽ ഒന്നുകൂടി പരത്തിയെടുക്കുക. ഇതിൽ മസാല വെച്ച് വെക്കുക. ഒന്നിൽ മസാല വെക്കുക, ഒന്നിൽ മസാല വെക്കണ്ട. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. മസാല നല്ലോണം വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ 4 പുറം മസാല ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുള്ളെടുത്ത് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ആവോലി മീനാണ്, ആവോലി വേണമെന്നൊന്നുമില്ല, അയില ഉണ്ടായാലും മതി. അയില അങ്ങനെ കുറച്ച് മുള്ള് കുറഞ്ഞ മീനെടുത്താൽ മതി. ഇനി അടുത്തത് ഒന്നും കൂടെ പരത്തിയെടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇത് നേരത്തെ പരത്തി തന്നെ അങ്ങ് പരത്തിയെടുക്കുക. കൈമത്തിരി വെള്ളം പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങനെ നന്നായി പരന്ന് കിട്ടും. റവ ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി വെള്ളം കുഴക്കുന്ന സമയത്ത് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ആ ചേർത്ത വെള്ളം കണക്കാട്ടോ. ഇതിലേക്ക് ഉണ്ടോ, ഈ രീതിക്ക് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം.
ഇച്ചിരി വെള്ളം കുടഞ്ഞെടുക്കണേ, എന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു രീതിക്ക് കിട്ടുള്ളൂ. നല്ല പരന്നിങ്ങനെ വരണ്ട, അധികം കനം വെപ്പിക്കണ്ട. അധികം കനം ഉണ്ടായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല നല്ലോണം വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മാറ്റുക. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി പരത്തി കൊടുക്കുക. ഇത് വെക്കുമ്പോൾ തന്നെ നല്ല ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ വേഗം ഇങ്ങനെ പരന്നു. ഈ റവ ആകുമ്പോൾ അങ്ങനെ വീർത്ത് വരും. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് കുടഞ്ഞു കൊടുത്താൽ മതി. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുടഞ്ഞു കൊടുക്കാവുള്ളൂ കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കമഴ്ത്തി കൊടുക്കാം. ഞാൻ ആവി ചെമ്പ് വെച്ചിട്ടുണ്ട്, സ്റ്റീമർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീമർ വെച്ചിട്ടുണ്ട്. 1-2 എണ്ണമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. 1-2 എണ്ണമൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ കണ്ടോ, അധികം ഉണ്ടാക്കണ്ട, അപ്പം നമുക്ക് അരികൊന്നും വേവില്ല. ഇതുപോലെ നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മളെ വந்த മീൻ പത്തലൊക്കെ അവിടെ പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇതുണ്ടോ, ഇലയിൽ നിന്ന് അടർത്തി എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാവും. ഇതുണ്ടോ, നല്ല വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കേട്ടോ. അതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മേലെ ഇങ്ങനെ പൊട്ടും. ഇത് പൊട്ടുമൊന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇതിപ്പോൾ നമുക്കൊരു അത്രയും പൊടി കൊണ്ടൊരു 4-5 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇലയിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.